രാം നാരായൺ റാം. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂർ, അനാഹത, വിശുദ്ധി, ജ്ഞ, സഹസ്രാര എന്നീ ചക്രങ്ങളിൽ അതേ പാമ്പിൻ്റെ ആദിസുരം ഇടതിവശത്തുണ്ട്. ആ മന്ത്രത്തിൻ്റെ പ്രണവധ്വനി പകലും രാത്രിയും ആവർത്തിച്ചാൽ അത് വയറ്റിനകത്ത് കുഞ്ഞു ചലിക്കുന്ന പോലെ ചലിക്കും. അനന്തമായ ആകാശത്തിൻ്റെ മധുരമായ ഒരു ശബ്ദം മുൻകൂട്ടി അറിയപ്പെട്ടതുകൊണ്ടാണ് അത് വികസിക്കുന്നത്. ശിവശക്തി, പ്രകൃതി, പുരുഷൻ എന്നുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറയപ്പെടുന്നു. അതാണ് ചിദാനന്ദം, ബ്രഹ്മാനന്ദം. ഇതിന് ഏതെങ്കിലും വസ്തുവിൻ്റെ ആവശ്യമില്ല. ഈ നാവിൽ ഉള്ള രുചി അനന്തമായ രുചികളെ അനുഭവിച്ചില്ലെങ്കിൽ അറിയാനാവില്ല. ഗംഗ മഹാസമുദ്രത്തിൽ ചേർന്നിരിക്കുന്നതിനാൽ ഈ ചലനമാണ് കാണപ്പെടുന്നത്. അതിനാലാണ് ജ്വാരഭാതങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെ ഗംഗ വഴി കടലിലേക്ക് എത്താൻ കഴിയുന്നുവോ അതുപോലെ ബുദ്ധി, ജ്ഞാനം, കർമ്മം എന്നിവ മുഖേന നാം മഹാസമുദ്രത്തിലേക്കുള്ള വഴിയിലേക്ക് മുന്നേറണം.